നമസ്കാരം. പരമ്പരാഗതമായി വളരെ അടുത്ത വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും സൗദി അറേബ്യയും. അടുത്തിടെയായി സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പിലാക്കിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമായി. ഇരു രാജ്യങ്ങൾക്കിടയിലെ നിക്ഷേപവും ഇക്കാലത്ത് കൂടുതൽ ശക്തമായിട്ടുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ മേഖലയിലും സൗദി അറേബ്യ വമ്പൻ നിക്ഷേപത്തിന് ഒരുങ്ങുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് BPCL ആന്ധ്രാപ്രദേശിൽ പുതിയ റിഫൈനറി ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേരത്തെ തന്നെ തുടക്കം കുറിച്ചിരുന്നു. ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ സൗദി അറേബ്യ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ഇതിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നുമാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റിഫൈനറിയിലേക്ക് വാങ്ങുന്ന എണ്ണയിൽ വിലക്കിഴിവ് നൽകുകയാണെങ്കിൽ പുതിയ റിഫൈനറിയിലേക്ക് അസംസ്കൃത എണ്ണ വിതരണം ചെയ്യുന്നതിനായി സൗദി അറേബ്യയുമായി കമ്പനി 15 മുതൽ 20 വർഷത്തെ ദീർഘകാല കരാറിൽ ഏർപ്പെടുമെന്ന് ഇന്ത്യ എനർജി വീക്ക് 2025 അനുബന്ധിച്ച് BPCL വ്യക്തമാക്കിയിരുന്നു. ചർച്ചകൾ വിജയിച്ചാൽ സൗദി അറേബ്യയുമായി ഒരു സംയുക്ത സംരംഭം രൂപീകരിച്ച് പുതിയ റിഫൈനറിയിലെ 20 മുതൽ 25% ഓഹരികൾ BPCL കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ സൗദി അറേബ്യയുമായി ചർച്ചകൾ നടത്തി വരികയാണ്. കരാർ നമുക്ക് ഗുണകരമാണെങ്കിൽ മുന്നോട്ടു പോകും, BPCLന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാമകൃഷ്ണൻ പറഞ്ഞു. 2019 സൗദി അറേബ്യ ഇന്ത്യയുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും കൃഷി, അടിസ്ഥാന സൗകര്യങ്ങൾ, ഉൽപാദനം, ഊർജം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്ത് $100 ബില്യൺ നിക്ഷേപിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. സൗദി അറേബ്യയുമായുള്ള ചർച്ചകൾ നിലവിൽ പ്രാഥമിക ഘട്ടത്തിലാണ്. സൗദി അറേബ്യയുമായുള്ള പങ്കാളിത്തത്തിനുള്ള പ്രാഥമിക നീക്കങ്ങൾ നടക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് സ്വന്തമായി തന്നെ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും. മികച്ച ബാലൻസ് ഷീറ്റാണ് കമ്പനിയുടേത്. എന്നിരുന്നാലും ഒരു പങ്കാളിയുമായി ചേർന്ന് റിഫൈനറി സ്ഥാപിക്കുന്നതാണ് നല്ലതെന്നും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ G കൃഷ്ണകുമാർ പറഞ്ഞു. BPCLന്റെ വരാനിരിക്കുന്ന റിഫൈനറിയിൽ സൗദി അറേബ്യ നിക്ഷേപ അവസരങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് ഒക്ടോബറിലും മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭാരത് പെട്രോളിയം നിലവിൽ മുംബൈ, കൊച്ചി, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3 റിഫൈനറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ഊർജാവശ്യം നിറവേറ്റുന്നതിനായി ആന്ധ്രാപ്രദേശിൽ ഒരു പുതിയ റിഫൈനറി സ്ഥാപിക്കുന്നത്. പുതിയ റിഫൈനറിക്ക് 75% മൂലധന സബ്സിഡി നൽകാൻ ആന്ധ്രാപ്രദേശ് സർക്കാർ തയ്യാറാണെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. BPCLന്റെ റിഫൈനറി പെട്രോ കെമിക്കൽ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ 6000 ഏക്കർ ഭൂമി അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ തീരത്തുള്ള ഗ്രീൻഫീൽഡ് റിഫൈനറി പെട്രോ കെമിക്കൽ കോംപ്ലക്സിനായുള്ള പ്രീ പ്രൊജക്ട് പ്രവർത്തനങ്ങൾക്കായി BPCLന്റെ ബോർഡ് ഡിസംബറിൽ 6100 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്.